ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിദ ഫാത്തിമ, ഡോക്ടർ അജ്നാസ് അഹമ്മദ്. ഇത് ഭാര്യയും ഭർത്താവാണ്, രണ്ടുപേരും ഡോക്ടേഴ്സാണ്. നമ്മുടെ നീരജ അമ്മൂസിന് ശേഷം, നീരജ അമ്മൂസ് എവിടെയാണ്? UK-ലാണെങ്കിൽ ഇതങ്ങ് റഷ്യയിലാണ്. ഈ അടുത്ത സമയത്ത് റഷ്യയിലെ യുദ്ധങ്ങളും കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ സമയത്ത് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ രക്ഷകരെ പോലെ വരുന്നു. അവർക്ക് എന്താ പറയുക, പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാമെന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് ഹെൽപ്പും കാര്യങ്ങളുമായിട്ട് രംഗത്ത് വരുന്ന മാന്യമായിട്ടുള്ള ആൾക്കാരും പിന്നെ അവിടുത്തെ അത്യാവശ്യം മലയാളി അസോസിയേഷനിലൊക്കെ നല്ല മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. എല്ലാവരുടെ അടുത്തും കണ്ടിലൂടെയും പൊന്നിലൂടെയും ഞാൻ ഓൾറെഡി ഇന്നലെ എല്ലാം സംസാരിച്ച കാര്യമാണ്. ഓക്കെ, ഇന്നലെ ആ പെൺകുട്ടിയുടെ, അതായത് ഫിദ ഫാത്തിമയുടെ അച്ഛൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഇൻഫ്ലുവൻസറിനെ വിളിച്ചിട്ട്, നീ കാരണമാണ് എൻ്റെ മകൾ ജീവിതം അവസാനിപ്പിക്കാൻ പോവാന്ന്, മീൻസ് സൂയിസൈഡ് ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്നൊന്നും അറിയത്തില്ല. ഞാനത് ആ വ്യക്തിയോട് സംസാരിച്ചപ്പം, ആ പയ്യനോട് വിളിച്ച് സംസാരിച്ചപ്പം ഇങ്ങനെ പറയുന്നുണ്ട്. സത്യാവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. ജനങ്ങളുടെ എത്ര ആൾക്കാരുടെ കുടുംബമാണ് ഇല്ലാണ്ടാക്കിയത്, എത്ര ആൾക്കാരുടെ പൈസയാണ് തട്ടിയെടുത്തത്. എല്ലാ തോന്നിയ ദിവസം കാണിച്ചിട്ട് അവരുടെ പഠിപ്പ് പോലും മുടക്കിയ ടീംസാണ്. എന്നിട്ട് അതിനാരും അവർ സമാധാനം പറയും? ഈ അപ്പം വന്നിട്ട് സമാധാനം പറയും. എന്നാലും പുള്ളിയുടെ വോയിസും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കേട്ടോ. ഓക്കെ, ഇന്നലെ എൻ്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. ഞാൻ A to Z കാര്യങ്ങൾ അതിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. എത്ര ലക്ഷം രൂപയാണ് ഓരോ പിള്ളേരെയും തട്ടിയെടുക്കുന്നത്? ഏകദേശം 7-8 കോടിയോളം രൂപയാണ് ഇവർ തട്ടിയെടുത്തത്. ഓക്കെ, എന്തായാലും നമുക്ക് അച്ഛൻ്റെ സംസാരം, ഈ പറയുന്ന യൂട്യൂബറിനെ വിളിച്ച് സംസാരിക്കുന്നതിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് ലഭിച്ചത്. ഏത് ഫിദറേ? ഫിദ ഫാത്തിമ. ഈ വീഡിയോ കിഞ്ഞോ? എന്ത് വീഡിയോ? ഏതെങ്കിലും വീഡിയോ കിഞ്ഞോ? മറ്റേതില് ഇൻസ്റ്റാഗ്രാമില് നിങ്ങൾ കണ്ടോ? നിങ്ങൾ കണ്ടോ? ആ കണ്ടു. അപ്പൊ ഉണ്ടാവും. അപ്പൊ ഓളെന്താ ചെയ്തത്? ഏതാ ഓളെന്താ ചെയ്ത്? ആ വീഡിയോയിൽ എന്താ പറയണേ? വീഡിയോ പറഞ്ഞാൽ ഇതിലുള്ള ഈ എല്ലാ ട്രാൻസാക്ഷൻ മറ്റൊക്കെ വേറെ ആളെ പേരിലല്ലേ, ഓളെ പേരില്ലല്ലോ. അജ്നാസ് ആരാ? അതിനകത്ത് ഭർത്താവാണ്, പക്ഷെ ഓളെ പേരിൽ കൊടുത്താൽ ഓളിപ്പം അറ്റത്ത് വേറെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ 3 മണിക്കൂർ വെയിറ്റ് ചെയ്തു. കാരണം ഇപ്പോഴും ഞാൻ നാട്ടിലെത്തിക്കും. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാല് അവർക്കൊരു വീടുകളായിട്ട് ചെയ്തുകൊണ്ട് ഒന്ന് പഠിച്ചു നോക്കുവാണെങ്കിൽ എന്താ സംഭവം? നമ്മള് വടകര ഞാൻ പരത്തി, ഞാൻ പുള്ളി എല്ലാം കൂട്ടുന്നു, നിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നടക്കട്ടെ. അത് അവൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ടെന്നാണ് അച്ഛൻ പറയുന്നത്. അങ്ങ് കൊണ്ടങ്ങ് ഒലത്ത്, അതായിരിക്കും നല്ലത്. മകള് കാരണം എത്ര കുടുംബം ഇനി അങ്ങോട്ട് പോകാൻ കിടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. ഓരോ പിള്ളേരുടെ അവസ്ഥയൊന്നും ആലോചിച്ച്. ചില ആൾക്കാർ ഇല്ലെങ്കിൽ പോലും, അതിനകത്തൊരു പയ്യൻ്റെ ഒരു ചാറ്റ് ഉണ്ടായിരുന്നു. ചേട്ടാ, ഇല്ലാത്ത പൈസയും കൂടെ ചേർത്തിട്ടാണ് ഇവർക്ക് കൊടുത്തത്, എൻ്റെയും എൻ്റെ കൂട്ടുകാരുടെ ഒക്കെ കൂടെ. അങ്ങനെ തന്നെ ഒരു 2-3 ലക്ഷം രൂപയുണ്ട്. ഇവരെല്ലാം എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ വീട്ടിലാണെങ്കിൽ പൈസയില്ല. ഞങ്ങൾ ചിലപ്പം വല്ലതും ചെയ്യും എന്നുള്ളൊരു അവസ്ഥയെ പോലും നിൽക്കുവാണെന്നാണ് ആ പയ്യൻ പറയുന്നത്. അതിനെല്ലാം കാരണം ആരാണ്? തൻ്റെ മോളും ഈ പറയുന്ന മരുമോനും കൂടെ ആണല്ലോ. അതിനൊക്കെ ആര് സമാധാനം പറയും? വെട്ടിച്ചെടുത്താരാ? പൈസ കൈ മേടിച്ചിട്ടുണ്ടോ? അത് തെറ്റല്ലേ? അല്ലെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കണം. ഇത് അതും ചെയ്ത് കൊടുക്കാതിരുന്നിട്ട് കൊണയടിക്കാൻ വരുന്ന ഒരു നന്ദ. നിങ്ങളെ മകളെ ഞാൻ ചെയ്തോ? ചെയ്തു. നീ ഇതിട്ടതാണ് പ്രശ്നം. അവിടെ എല്ലാം അറിഞ്ഞു പറ്റിയെല്ലാം സംഭവം പോലീസിന്റെ എവിടെ പോലീസ്? ഞാൻ കൊടുത്ത പരാതിയിലല്ല. നിങ്ങളെ ഒരു മിനിറ്റ് കേക്ക്. പരാതിയല്ല മോൻ, അവള് ഈ വീഡിയോന്റെ രീതിയിലാണ് ഈ വീഡിയോ കൊടുത്തിട്ടാണ് പരാതി കൊടുത്തത്. ആര് പരാതി കൊടുത്തത്? ഞാൻ വീഡിയോ ഇട്ടോണ്ടാണോ നിങ്ങളെ മകൾക്കെതിരെ പരാതി പോയത്? ഫിദ ഫാത്തിമ നിന്റെ ഇതിലുള്ളതുകൊണ്ടാണ് അത് ചെയ്തത്. ഓക്കെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി. ഞാൻ വീഡിയോ ഇട്ടോണ്ടാണോ നിങ്ങളെ മകൾക്കെതിരെ പരാതി പോയത്? പരാതി ഇല്ല. ഓളെ പേരിൽ പരാതി ഇല്ല. അപ്പൊ അജ്നാസിന്റെ നിങ്ങളുടെ മോളുടെ പേരിൽ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ ഓൾറെഡി. സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി. ഞാൻ നിങ്ങൾ കാര്യങ്ങൾ പറയുന്ന കേൾക്ക്. നീ കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. എനിക്ക് നിന്നെ മതി. ഓൾ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. അതിന് ഞാനെന്താ ചെയ്യണ്ടേ? നിങ്ങളെ മകൾക്ക് മാനസികമായിട്ട് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീട്ടിൽ തരും. കേട്ടില്ലേ? എന്ത് സംഭവിക്കാം? ഞാൻ അതിന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ 2 മണിക്കൂർ വെയിറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആരും ബുദ്ധിമുട്ടിക്കണമെന്നൊന്നില്ല, മനസ്സിലായോ? നമ്മള് ചെയ്ത കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇത് സംഭവിച്ചാൽ പിന്നെ നീയാണ് ഒന്നാം പ്രതി. നീയാണ്. ഞാനെങ്ങനെ ഒന്നാം പ്രതിയാവാ? അപ്ലോഡ് ചെയ്ത ഓള് അല്ലെങ്കിൽ നിനക്കുള്ള പണി ഇഷ്ടം പോലെ
ഒരു പറഞ്ഞു സത്യം പറഞ്ഞാൽ ഇപ്പൊ ആ അവള് അത് ഇങ്ങനെ ചെയ്തെന്ന് പറയുമ്പോഴത്തേക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി അച്ഛൻ കാണിക്കുന്ന വേറെയാണെന്നാണ് തോന്നുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി ഇപ്പൊ എത്ര ആൾക്കാർ അടുത്ത് ചെന്നിട്ടുണ്ട്. ചെല്ലട്ടെ, ഓരോരുത്തർ അറിയട്ടെ, അതാണ് കുറച്ചും കൂടെ നല്ലത്. കാരണം ഓരോ പാവം പിടിച്ച ആൾക്കാരെ പെടുത്തിയിട്ട് ഇപ്പം എന്താ പറയണ്ടേ, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു. ഇപ്പൊ ഇവര് കാരണം എത്ര കുടുംബമാണ് പോകാൻ പോകുന്നത്. നൈസായിട്ട് നല്ല തന്ത. ഇതൊക്കെ കണ്ടാണല്ലോ മക്കളും പഠിക്കുന്നത്. നമ്മൾക്ക് ഈ നിയമത്തിലും ഒതുക്കാം, നമുക്ക് ഈ നിയമത്തിലും കാര്യത്തിലൊക്കെ വിശ്വാസം ഉണ്ട്. നമ്മൾ അങ്ങനെ പോയിക്കോളാം, കുഴപ്പമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കില് എനിക്ക് അതാണ് വേണ്ടത്. സംഭവിച്ചാൽ അല്ല, നിങ്ങളെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് നമ്മൾ അറിയണ കാര്യമല്ല കേട്ടോ. നമ്മൾ ചെയ്ത കാര്യങ്ങൾക്ക് നമ്മൾ പൈസ നിങ്ങളായിട്ട് എടുത്താ പോലെ നിന്നെ ആയത് ഒന്ന് ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ കൊടുത്തില്ലേ. എന്റെ പറഞ്ഞ നമുക്ക് പ്രശ്നം ഇന്ന് സംഭവിക്കാതിന് ഉറപ്പല്ലേ. ഇന്നലെ രാത്രി കൊടുത്തിട്ട് അതിപ്പോ മറ്റേ ഓക്കെ. ഇപ്പൊ ഞാൻ പറയട്ടെ, നിങ്ങളെ മകള് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമോശം ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഉത്തരവാദി ഞാനാണെന്നാണ് പറയണേ. അപ്പൊ രണ്ടാമത് തരാം. എഴുതി കഴിഞ്ഞല്ലേ? ഓക്കെ ഓക്കെ. നിങ്ങളെന്താ വിളിച്ചിട്ട് 1 കോടിയൊക്കെ ചോദിച്ചു നേരത്തെ? ഞാൻ ഉറങ്ങിയിരുന്നു. ഞാൻ പരാതി കൊടുത്തതാണ്. എന്താ കൊടുത്തേ? പരാതി ഇന്നലെ കൊടുത്തത്. അങ്ങനെയാണ് ഞാൻ കൊടുത്തത്. എന്താ കൊടുത്തേ? എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്നുമല്ല എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ 1 കോടിയല്ല 1 കോടിയല്ല നിങ്ങൾക്ക് വേണ്ടത്. ഇതിപ്പോ നിങ്ങളെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ നമ്മളില്. അപ്പൊ എന്തായി? അപ്പൊ ഞാൻ സ്ക്രീൻഷോട്ട് വിട്ടുതരാം. നമ്മള് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഇപ്പൊ നിങ്ങൾക്ക് സംസാരിക്കുമ്പോ മനസ്സിലായിട്ടുണ്ടാവല്ലോ. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ അങ്ങനെ സംസാരിച്ചിട്ട് കാര്യം. എനിക്കിപ്പം എന്താണെന്നാണ് ബാക്കി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് വിളിക്കാം. ഇന്നെ വിളിക്കണ്ട കേട്ടോ നിങ്ങളാറിന്റെ ഭാര്യ. എന്നെ വിളിക്കണ്ട. എന്ത് വിളിക്കാൻ ഇന്നെ വിളിക്കണ്ട. നിങ്ങള് കുറച്ച് കഴിഞ്ഞു എനിക്ക് ഇവിടെ അവിടെ എത്തിക്കണോ? നിന്നെ അവിടെ എത്തിക്കണം. എവിടെ? എനിക്ക് നിന്നെ അവിടെ എത്തിക്കണം. എവിടെ? നാട്ടിലെത്തിക്കും. നാട്ടിലോ? നാട്ടിലെത്തിക്കും. അതിനുള്ള കഴിവുണ്ട്. ഞാൻ നാട്ടിലുണ്ട്. ഞാൻ എറണാകുളത്തുണ്ട്. നമ്മളതിനെ പല നമ്പർ ഉപയോഗിക്കും. ഇതൊക്കെ നമ്മളൊരു അടവല്ലേ. വെട്ടിച്ച് മൂഞ്ചിച്ചിട്ട് ഇപ്പൊ വന്നിട്ടിരുന്ന് തൊലിഞ്ഞ് വർത്താനം പറയുന്നു കിളവന. നാണവും മാനവും ഇല്ലാത്തൊരു വർഗം. അല്ലാതെ ഇപ്പൊ എന്ത് പറയാനാണ്? എങ്ങനെ പോയാലും ഒരു 8 കോടി തട്ടിയെടുത്ത് അതിന് 1 കോടി രൂപ കൊടുത്ത് കേസ് കൊടുത്താലും ബാക്കി 7 അവരുടെ ഇരിക്കും. അങ്ങനെ കുറെ നാടുകൾ. ഇവരൊക്കെ എന്തോ പറയാനാണ് സത്യത്തില്. ഓക്കെ, എന്തായാലും ഇത് സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പേഴ്സണൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മാത്രം മതി. ഇത് അങ്ങനെ വെറുതെ വിടുന്നില്ല ഈ ഒരു കേസ് കേട്ട്. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു.